ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു പുതിയ റെസിപ്പി ആയിട്ടാണ്. തീന കൊണ്ട് നമുക്കൊരു ഉപ്പുമാവ് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. തീന എന്ന് വെച്ചാൽ അത് മില്ലറ്റിൽ പെട്ട ഒരു ധാന്യമാണ്. അതിൽ കാർബോഹൈഡ്രേറ്റ് ഒക്കെ വളരെ കുറവുണ്ടാവുള്ളൂ. അപ്പം അത് നമുക്ക് ഡയറ്റിനും ഡയറ്റ് നോക്കുന്നവർ തടി കുറയ്ക്കാനും പിന്നെ മറ്റുള്ള രീതിയിലുള്ള ഡയറ്റ് നോക്കുന്നവർക്കൊക്കെ അത് വളരെ ഉപകാരപ്രദമാണ്. അപ്പോൾ അതിലേക്കായിട്ട് ഞാൻ ഒരു മുക്കാൽ ഗ്ലാസ് തേന എടുത്തിട്ട് കുതിരാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു. അതിൽ കടുക് ഇട്ടു. പിന്നെ ഇതിന് ശേഷം പിന്നെ ഉഴുന്ന് പരിപ്പ്, കടലപ്പരിപ്പ് ഓരോ ടീസ്പൂണ് അതിൽ ചേർക്കാം. പിന്നെ നമുക്ക് ഇതുപോലെയുള്ള നട്ട്സൊക്കെ ചേർക്കാം. കപ്പലണ്ടിയോ വേറെ എന്ത് വേണമെങ്കിലും അതിലൊക്കെ ചേർക്കാം. ടേസ്റ്റിനായിട്ട് ഈ വക നട്ട്സൊക്കെ ചെറുതാക്കി അരിഞ്ഞിട്ടൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിതിൽ കുറച്ച് ഉഴുന്നും പരിപ്പും കടലപ്പരിപ്പും ഇടുന്നുണ്ട്. കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം പിന്നെ അതിന് ശേഷം ഞാൻ ഒരു കഷ്ണം ക്യാരറ്റ്, ഒരു 2 സബോള, ചെറിയ സബോള, ഒരു ഇടത്തരം സബോളയാണ് ഉള്ളത്. അപ്പോൾ അത് 2 സബോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിപ്പോൾ കടലപ്പരിപ്പും ഉഴുന്നും പരിപ്പും ഏതാണ്ട് മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പം അങ്ങനെ അതിൽ സബോള അരിഞ്ഞതിടാം. ഇതിപ്പോൾ ഏകദേശമായി തുടങ്ങി. അപ്പോൾ അതിൽ സബോള, ക്യാരറ്റ്, പച്ചമുളക്, വേപ്പില ഈ 3ഉം അതിൽ ചേർക്കാം. സബോള നന്നായി ചെറുതായി അരിഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ ക്യാരറ്റും ചെറിയതായിട്ട് തന്നെ അരിഞ്ഞിട്ടുള്ളത്. ആവശ്യത്തിനുള്ള പച്ചമുളകും ചേർത്തിട്ടുണ്ട്. ഞാൻ അധികം എരിവ് ഉപയോഗിക്കാത്ത കാരണം ഒരു മുളക് ഇട്ടിട്ടുള്ളൂ. വലിയ മുളകാണ്. അപ്പോൾ അത് ഒരെണ്ണം ഇട്ടുണ്ട്. നിങ്ങൾക്ക് എരിവിന് ആവശ്യമുള്ളത് ഇടാം കേട്ടോ. അപ്പം അങ്ങനെ അത് ഇട്ടിട്ട് ഒന്ന് വഴന്ന് വരണം. ഒന്ന് വാടുമ്പോൾ ഒരു പിടി വേപ്പില ഇടുന്നുണ്ട്. പിന്നെ എനിക്ക് ആവശ്യമുള്ള വെള്ളം, ഒരു 1.5 ഗ്ലാസ് വെള്ളം. 3/4 ഗ്ലാസ്സാണ് ഞാൻ ഇത് കുതിരാൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് വെള്ളം നന്നായിട്ട് തിളപ്പിക്കണം. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ കാണും. അപ്പോൾ അതിലൊന്ന് അമർത്തണം. പിന്നീട് വരുന്ന ഓൾ എന്ന ഓപ്ഷനിലൊന്ന് അമർത്തി കൊടുത്ത് ഒന്ന് ടച്ച് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അത് ലൈക്ക് ചെയ്യാനും ഇത് ചെയ്ത് നോക്കിയിട്ട് കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെയുള്ള എൻ്റെ വീഡിയോകൾ മുന്നേ നോക്കിയിരുന്ന എല്ലാവരും അത് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തുള്ളവർക്കും കൂട്ടുകാർക്കും പരിചയമുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മടിക്കരുത്. അപ്പോൾ ഞാൻ വെള്ളം 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ആ വെള്ളം തിളച്ചു. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിൽ ഈ കുതിരായിട്ടിട്ടുള്ള ഇടണം. അരിയാണ് കേട്ടോ, അരി. അപ്പോൾ അത് പാക്കറ്റും അതിൻ്റെ പേരും വിലയൊക്കെ പാക്കറ്റുമ്പോൾ കാണാം. അപ്പോൾ അതൊക്കെ പ്രിൻ്റ് വിലയൊക്കെ അതിൽ കാണാം. അപ്പോൾ അതാണ് ഞാൻ നേരെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് ഒക്കെ വാങ്ങാം. ഇനി അങ്ങനെ അത് മൂടി വയ്ക്കാം. അരി നന്നായിട്ട് വേവണം. നന്നായിട്ട് വെന്ത് വരണം. ഉള്ളരി കടിക്കാത്ത രീതിയിൽ നല്ലപോലെ വെന്ത് വരും. ഇപ്പം ഏകദേശം ആയിട്ടുണ്ട്. ഉണ്ടോ, നല്ലപോലെ വെന്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം വലിഞ്ഞ് നല്ല ഉപ്പുമാവ്, റവ ഉപ്പുമാവ് പോലെ തന്നെ ഇരിക്കും കാഴ്ചയിൽ. എന്താ, നല്ല ചെറിയ തിനരിയല്ലേ. അപ്പോൾ റവ ഇപ്പോൾ വലിയ റവ തരിയുള്ള റവ കിട്ടുന്നുണ്ട്. അതുപോലെ
ഉള്ളൊരു വലിപ്പം ഉണ്ടാവും. അപ്പോൾ അതിൽ കുറച്ച് ടേസ്റ്റിന് കുറച്ച് നാളികേരം ചെറിയതും കുറച്ചിടാം. അങ്ങനെ നല്ല ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള തേനാ ഉപ്പുമാവ് റെഡിയായി. അത് നിങ്ങളും പരീക്ഷിച്ച് നോക്കുക എല്ലാവരും. നല്ല ആരോഗ്യപ്രദമായിട്ടുള്ളതാണ്. അപ്പോൾ അത് എല്ലാവർക്കും കഴിക്കാനും ബ്രേക്ക്ഫാസ്റ്റിനും ഉച്ചയ്ക്ക് വേണമെങ്കിലും രാത്രിയിലൊക്കെ കഴിക്കാവുന്നതാണ്. ഇതിൻ്റെ കൂടെ കറിയൊക്കെ ചേർത്തിട്ട് കഴിക്കാം. പയറോ മുട്ട ഓംലെറ്റോ ഒക്കെ എല്ലാം ചേർത്തിട്ട് കഴിക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഉപ്മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി അത് നിങ്ങളൊക്കെ നന്നായി ട്രൈ ചെയ്ത് നോക്കുക, കമൻറ്റ് ചെയ്യുക, എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. കണ്ടോ, കാണാൻ നല്ല ഭംഗിയുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പുമാവ്. ഓക്കെ.